നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ടിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ്. ശരിക്കും ഇതിനെ ഒരു രോഗാവസ്ഥ എന്ന് വിളിക്കാൻ പറ്റുകയില്ല. പലപ്പോഴും അച്ഛനമ്മമാർ കുട്ടികളെയുമായി എൻ്റെ അടുത്ത് വരാറുണ്ട്. കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ശരീരത്തിന് അനക്കങ്ങളുണ്ടാവും. ചില കുട്ടികൾ കണ്ണ് തുടർച്ചയായി ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ചില കുട്ടികൾ മുഖം കൊണ്ട് വൈകൃതമാകുന്ന രീതിയിൽ ചില ഭാവങ്ങൾ ഉണ്ടാക്കും, ചില ഗോഷ്ഠികൾ. ചിലരിങ്ങനെ ഇങ്ങനെ വെക്കുക, ചിലപ്പോഴൊക്കെ തോള് കുടയുന്നത് പോലെ ഇങ്ങനെ തോള് വീണ്ടും വീണ്ടും ഇങ്ങനെ കുടയും. ചില കുട്ടികൾ കഴുത്ത് ഇങ്ങനെ വെട്ടിക്കും. ഇങ്ങനെയുള്ള ഈ അനക്കങ്ങളെയാണ് മോട്ടോർ ടിക്സ് എന്ന് പറയുന്നത്. ടിക്സ് പ്രധാനമായും രണ്ട് തരത്തിലാണ്. ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞ മോട്ടോർ ടിക്സ്, രണ്ടാമത്തേതാണ് വോക്കൽ ടിക്സ്. വോക്കൽ ടിക്സ് എന്ന് പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒച്ച ഉണ്ടാക്കുക. ഒരേ തരത്തിലുള്ള ഒച്ചയാണാവാം. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ വാക്കുകൾ വരെ അപ്രതീക്ഷിതമായി, ഇപ്പോൾ ശാന്തമായ ഒരു ക്ലാസ്സിലായിരിക്കാം, ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ആ സമയത്ത് എല്ലാ കുട്ടികളും നിശബ്ദരായിരിക്കുമ്പോൾ ഈ കൊച്ചു പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒച്ച ഉണ്ടാക്കുക. തീർച്ചയായിട്ടും ഒരു കൊച്ചുകുട്ടി ക്ലാസ്സിൽ ഇരുന്ന് അനാവശ്യമായി അനക്കം കാണിക്കുകയോ അതല്ല എങ്കിൽ ഒച്ച ഉണ്ടാക്കുകയോ ചെയ്താൽ ടീച്ചർമാരെന്ത് ചെയ്യും? കുട്ടിയെ വഴക്ക് പറയും, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയും, ക്ലാസ്സിൽ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്ന് പറയും. കുറച്ചും കൂടെ അവർക്ക് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അച്ഛനമ്മമാരെ വിളിച്ചു വരുത്തും. ഈ കുട്ടി ആണ് ക്ലാസ്സിൽ ഉഴപ്പുന്നത്, പഠിക്കുന്നില്ല, മറ്റു കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്ന് പറയും. അപ്പോൾ ഈ കുട്ടിയുടെ കയ്യിലാണോ തെറ്റ്? ഈ ശരീരത്തിനുണ്ടാവുന്ന കുടയുന്ന പോലെയുള്ള അനക്കങ്ങൾ, ഈ അപ്രതീക്ഷിതമായി ഉണ്ടാവുന്ന ഒച്ച, ഇത് കുട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ? മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാനോ ചെയ്യുന്നതാണോ? അല്ല. തലച്ചോറിൽ ഉണ്ടാകുന്ന ചില കെമിക്കൽ ഇംബാലൻസസിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു തരം രോഗാവസ്ഥ തന്നെയാണ് ടിക്സ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ടിക് ഡിസോർഡർ എന്ന് വിളിക്കും. കണക്കുകൾ പ്രകാരം ഈ തരത്തിലുള്ള ടിക്സ്, അത് മോട്ടോർ ടിക്സ് ആണ് വോക്കൽ ടിക്സിനേക്കാൾ കൂടുതൽ കോമൺ ആയിട്ടുള്ളത്. 10% കുട്ടികൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ചില കുട്ടികൾ ഇങ്ങനെ ചിലപ്പോൾ മൂക്കിങ്ങനെ ചൊറിയുന്നതായിരിക്കാം, ദേഹത്ത് ഇങ്ങനെ ചൊറിയുന്നതായിരിക്കാം, ചിലപ്പോഴൊക്കെ കൈ ഇങ്ങനെ വെക്കുക. പല രീതിയിലുള്ള മാനറിസംസ് അല്ലെങ്കിൽ ചേഷ്ടകൾ ആയിരിക്കാം ഇവർ കാണിക്കുക. ഇത് കുട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. കുറച്ച് കുട്ടിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ പറയുന്ന അസ്വസ്ഥത പുറമേ വരാതെ ഇരിക്കാൻ കുറച്ച് സമയം വരെയൊക്കെ കൺട്രോൾ ചെയ്തിരിക്കാൻ പറ്റും. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും പൂർവാധികം ശക്തിയോടെ ഇത് തിരിച്ചു വരികയും ചെയ്യും. ഉള്ളിലുണ്ടാകുന്ന ഒരു അസ്വസ്ഥത ഈ ടിക്സ് ചെയ്യുന്നതോടെ പലപ്പോഴും മാറുന്നതായി കുട്ടികൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഈ ടിക്സ് ആ പുറമേ കാണിക്കാതിരിക്കാൻ കുട്ടിയെ നമ്മൾ നിർബന്ധിച്ചാൽ ആ കുട്ടിക്ക് അസ്വസ്ഥതയും ഉള്ളിൽ ഒത്തിരി ടെൻഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ടിക്സ് എന്ന് പറയുന്നത് എപ്പോഴാണ് കൂടുന്നത്? ടെൻഷൻ ഉണ്ടായാൽ, ക്ഷീണമുണ്ടായാൽ, ഉറക്കക്കുറവുണ്ടായാൽ, സ്റ്റിമുലൻസ് ആയ സാധനങ്ങൾ, കോഫി, ഡാർക്ക് ചോക്ലേറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിച്ചാൽ, മൊബൈൽ ടൈം ഒക്കെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ടിക്സ് ഉള്ള കുട്ടികൾക്ക് ഇതിൻ്റെ എണ്ണം കൂടുന്നതായി കാണാറുണ്ട്. എന്തൊക്കെ തരമാണ് ടിക്സ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. മോട്ടോർ ടിക്സ്, വോക്കൽ ടിക്സ്, അവയെ തന്നെ സിമ്പിൾ മോട്ടോർ ടിക്സ്, കോംപ്ലക്സ് മോട്ടോർ ടിക്സ്. സിമ്പിൾ മോട്ടോർ ടിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള തല വെട്ടിക്കുക, കണ്ണ് ചിമ്മുക, ഇങ്ങനെയുള്ള ചേഷ്ടകൾ. എഴുന്നേറ്റ് നടന്നു പോവുക, അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരീരം കുതിർന്നത് പോലെയൊക്കെ കാണിക്കുക. അങ്ങനെയുള്ള കുറച്ചും കൂടെ വലിയ അനക്കങ്ങളെയാണ് കോംപ്ലക്സ് മോട്ടോർ ടിക്സ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വോക്കൽ ടിക്സിനെയും ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന സിമ്പിൾ വോക്കൽ ടിക്സ് എന്നും
ചില വാക്കുകളൊക്കെ വരെ പറയുന്ന, ചിലപ്പോഴൊക്കെ മോശമായ വാക്കുകൾ വരെ പറയുന്ന കോംപ്ലക്സ് വോക്കൽ ടിക്സ് എന്നും പറയാറുണ്ട്. ഈ ടിക്സ് ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമോ? ഇല്ല. മിക്ക കുട്ടികളിലും 2-3 വർഷം കഴിയുമ്പോൾ ഈ ടിക്സ് മാറിപ്പോവാറുണ്ട്. 18 വയസ്സിൻ്റെ അപ്പുറം സാധാരണഗതിയിൽ ടിക്സ് ഉണ്ടാവാറില്ല. ടിക്സ് തുടങ്ങുന്നത് ഒരു 4 വയസ്സ്, 5 വയസ്സ്, ചിലപ്പോഴൊക്കെ ഒരു 15 വയസ്സ് വരെയൊക്കെ ടിക്സ് തുടങ്ങാം. ടിക്സിൻ്റെ തന്നെ മോശമായ ചില വശങ്ങളുണ്ട്. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ കാലതാമസത്തിന് ശേഷം ഉണ്ടാവുക, ഒന്നിൽ കൂടുതൽ തരം ടിക്സ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള ഒരു രോഗാവസ്ഥയാണ് ടൂററ്റ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. 2 അതിൽ കൂടുതലോ തരം ശരീരത്തിൻ്റെ അനക്കങ്ങൾ, എന്ന് വെച്ചാൽ മോട്ടോർ ടിക്സ് ഉണ്ടാവുകയോ അതിൻ്റെ ഒപ്പം വോക്കൽ ടിക്സ് കൂടെ ഉണ്ടാവുകയോ 1 വർഷത്തിൽ കൂടുതൽ ഇത് നീണ്ടു നിൽക്കുകയോ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ പലപ്പോഴും ഈ ടിക്സിനോടൊപ്പം കുറച്ച് പെരുമാറ്റത്തിൽ അല്ലെ ബുദ്ധിയിൽ പുറകോട്ട് നിൽക്കുക, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവുക, അങ്ങനെ ടിക്സ് മാത്രമല്ല അതിനോടൊപ്പം മറ്റ് ബുദ്ധിമുട്ടുകളിലൂടെ ഉള്ള കുട്ടികളെയാണ് ടൂററ്റ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമല്ല കേട്ടോ ടൂററ്റ് സിൻഡ്രോം. അത് ഈ രോഗലക്ഷണങ്ങളെ ചേർത്ത് വിളിക്കുന്നതാണ്. ചിലപ്പോഴൊക്കെ സാധാരണ ടിക്സ് പോലെ മാറിപ്പോവാതെ നീണ്ടകാലം നിലനിൽക്കുന്നേക്കാം ടൂററ്റ് സിൻഡ്രോം എന്ന് പറയും. ഈ ടിക്സ് എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്? ആദ്യത്തെ കാര്യം, മിക്കപ്പോഴും ടിക്സിന് ചികിത്സ വേണ്ട. എന്താണ് ടിക്സ് എന്ന് അച്ഛനമ്മമാർക്ക് മനസ്സിലാവുകയും ആ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുകയും കുട്ടിയെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്താൽ പലപ്പോഴും ടിക്സിന് ചികിത്സ വേണ്ടി വരാറില്ല. വഴക്ക് പറയാതെ കാര്യം മനസ്സിലാക്കി ആ കുട്ടിക്ക് അപകർഷതാബോധമുണ്ടാകാതെ അവനെ ചേർത്ത് പിടിക്കുകയാണ് അച്ഛനമ്മമാരും ടീച്ചർമാരും ഈ കുട്ടിയുടെ സുഹൃത്തുക്കളും ഒക്കെ ചെയ്യേണ്ടത്. സ്കൂളിൽ ആവശ്യത്തിന് സപ്പോർട്ട് കിട്ടുന്നില്ല, മറ്റു കുട്ടികളുടെ ഇടയിൽ ഒറ്റപ്പെടുന്നു എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലൊക്കെ, അതല്ല എങ്കിൽ പഠിത്തത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു, ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല, ഒരളവിൽ കൂടുതലുണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിമ്പിൾ മോട്ടോർ ടിക്സിനെ വരെ നമ്മൾ ചികിത്സിക്കാറുണ്ട്. ചികിത്സിക്കാൻ നമ്മൾ തീരുമാനിച്ചു എന്ന് വെക്കുക, പിന്നെ എന്ത് ചെയ്യും? ഏറ്റവും ആദ്യം മരുന്നിന് മുന്നോടിയായി ടിക്സ് വഷളാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം. കുട്ടിയുടെ ടെൻഷൻ കുറയ്ക്കണം. കുട്ടിയെ ഒത്തിരി പ്രഷറൈസ് ചെയ്യാൻ പാടില്ല. ഈ ടിക്സ് ശ്രദ്ധിച്ചു, ഈ ടിക്സ് നിർത്തിക്കൂടെ എന്ന് പറഞ്ഞ രീതിയിൽ കുട്ടിയെ വഴക്ക് പറയാൻ പാടില്ല. കുട്ടിയെ സ്നേഹമായിട്ട് ചേർത്ത് പിടിക്കുക. രാത്രിയിൽ നല്ല ഒരു ഉറക്കം കിട്ടണം. കാപ്പി, ഡാർക്ക് ചോക്ലേറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കണം. മൊബൈൽ ഉപയോഗം കുറയ്ക്കണം. പല കാര്യങ്ങളിൽ ശ്രദ്ധ വരാതെ, എന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂസ് ആയി കുറച്ച് സമയം ഒരു കാര്യം ഇരുന്ന് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള ട്രെയിനിങ് ആ കുട്ടിക്ക് കൊടുക്കുക. ഇനി സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഹാബിറ്റ് റീട്രെയിനിങ്, ഈ ടിക്ക് റിവേഴ്സ് ചെയ്യാനായിട്ടുള്ള കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്നുള്ള ചില ടെക്നിക്കുകളൊക്കെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരുടെ നിരീക്ഷണത്തിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റും. മരുന്നുകളിലേക്ക് വരികയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില മരുന്നുകൾ നമ്മൾ ടിക്സ് ഉള്ള കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അതിലൊന്നാമത്തേതാണ് ക്ലോണിഡിൻ എന്ന് പറയുന്നത്. തലച്ചോറിൽ നിന്നുള്ള സിമ്പതറ്റിക് ആക്ടിവിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മരുന്നാണ് ക്ലോണിഡിൻ. വലിയവരിൽ പ്രഷറിൻ്റെ മരുന്നായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഡോസിൽ കൊടുത്ത് പതിയെ പതിയെ വേണം ഡോസ് കൂട്ടാൻ. പ്രഷറൊന്നും താന്നു പോകാതിരിക്കാനായിട്ടുള്ള ശ്രദ്ധ വേണം. ഉപയോഗം വന്നില്ല എങ്കിൽ പോലും വളരെ പെട്ടെന്ന് നിർത്താനും പാടില്ല. പെട്ടെന്ന് ഈ ക്ലോണിഡിൻ എന്ന് പറയുന്ന മരുന്ന് നിർത്തിയാൽ ഈ കൊച്ചുകുട്ടികളിൽ പോലും പ്രഷർ കുതിച്ചു പൊങ്ങുന്നത് നമ്മൾ കാണാറുണ്ട്. രണ്ടാമത് ഒരു വിഭാഗം മരുന്നുകളാണ് ആൻറ്റിസൈക്കോട്ടിക്സ്. റിസ്പെരിഡോൺ, അരിപ്പിപ്രസോൾ എന്നൊക്കെയുള്ള ചില മരുന്നുകൾ വളരെ ചെറിയ ഡോസിൽ കുട്ടിയുടെ പ്രായവും വെയിറ്റും കണക്കാക്കി നമ്മൾ കൊടുക്കാറുണ്ട്. ഈ മരുന്നുകൾക്ക് കുട്ടികൾ സ്ലോ ആവുക, ഉറക്കക്ഷീണം ഉണ്ടാവുക,
സ്പീഡ് കുറയുക, ചെറുതായി കൈകൾക്ക് വിറയൽ വരിക എന്നൊക്കെയുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുന്നത് കൊണ്ട് ഡോക്ടറിൻ്റെ നിരീക്ഷണത്തിലിരിക്കുകയും സൈഡ് എഫക്റ്റുകൾ ഇല്ല എന്ന് ഉറപ്പാക്കുകയും ഏറ്റവും ചെറിയ ഡോസിൽ കൊടുക്കുകയും ചെയ്യും. പിന്നെ മറ്റ് ചില മരുന്നുകളുണ്ട്. ഒന്ന് ടെട്രാബനാസിൻ, ക്ലോണാസെപ്പാം, ഇങ്ങനെയുള്ള ചില മരുന്നുകളും നമ്മൾ ടിക്സിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ടിക്സ് എന്ന് പറയുന്നത് വളരെ കോമണായ ഒരു രോഗാവസ്ഥയാണ്. നിങ്ങളിൽ പല ആൾക്കാർക്കും ചെറുപ്പത്തിൽ ടിക്സ് ഉണ്ടായിരുന്നിരിക്കാം. അതിൻ്റെ പേരിൽ പല ആളുകളും നിങ്ങളെ വഴക്ക് പറയുക പോലും ചെയ്തേക്കാം. ഇങ്ങനെയുള്ള ഒരു രോഗമുണ്ടെന്നും അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എന്നും അങ്ങനെയുള്ള കുട്ടികളെ ഒറ്റപ്പെടുത്താതിരിക്കാനും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കുട്ടികളിലുമൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുടെ കുട്ടികളിലൊക്കെ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടാൽ അവരെയും ഈ രോഗത്തെപ്പറ്റി പറഞ്ഞു മനസ്സിലാക്കുക. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, കാലക്രമേണ മാറിപ്പോവാനായിട്ടാണ് സാധ്യത കൂടുതൽ എന്ന ഇൻഫർമേഷൻ അവരിലേക്കും എത്തിക്കുക. നന്ദി.